ഞാൻ മൈൻഡ് ആർട്ട് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാം എന്താണെന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്. ഈ ഒരു പ്രോഗ്രാം മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ആദ്യമേ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഇത് മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് എല്ലാവരും കണക്കാക്കുക. അതിൻ്റെ അകത്ത് കുറേ അധികം വസ്തുതകൾ ഉണ്ട്. എങ്കിൽ പോലും ശരിക്കും ഈ മൈൻഡ് പവർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് അതൊരു വിശ്വാസവുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, അതായത് കോടാനുകോടി ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അപാരമായ ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മൈൻഡ് പവറിന്റെ ഒരു ബേസാണ്. ഇതേ ശക്തി തന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ട് എന്ന് മൈൻഡ് പവർ പ്രാക്ടീഷണേഴ്സ് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഈ ശക്തി ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായിട്ട് കൂട്ടിമുട്ടണം, അല്ലെങ്കിൽ സമ്മേളിക്കണം. ആ ഒരു പ്രോസസ്സ് നടക്കണം. അങ്ങനെ നടക്കുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം എല്ലാം നൽകാൻ ഈ പ്രപഞ്ചത്തിന് ശക്തിയുണ്ട്. ആ ശക്തിയുമായിട്ട് നമ്മുടെ ഉള്ളിലെ ശക്തി കണക്റ്റഡ് ആവുമ്പോഴാണ് ശരിക്കും നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ കാര്യങ്ങളൊക്കെ ലഭിക്കുക. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു പരിശീലന പരിപാടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, ഈ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മൈൻഡ് പവറിൻ്റെ അകത്ത് നടക്കുന്നില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉണ്ട്, മനസ്സിനെ ട്രെയിൻ ചെയ്യുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ബ്രെയിനിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തോട്ട്സ് എന്ന് പറയുന്നത് അതെപ്പോഴും എനർജിയാണ്, അതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. ഈ ലോകത്തുള്ള എല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എനർജി കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും നമ്മുടെ തോട്ട്സ് എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി ആണെങ്കിൽ അതിനൊരു വൈബ്രേഷനും ഫ്രീക്വൻസിയും തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന, നമ്മുടെ ബ്രെയിനിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന തോട്ട്സിന് പവർ ഉണ്ട്, അതിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഈ തോട്ട്സ് അതിന്റെ ക്വാളിറ്റിയെ നമ്മൾ ഡിസൈഡ് ചെയ്യണം. മൈൻഡ് പവർ അനുസരിച്ച് അതിന്റെ ക്വാളിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന തോട്ട്സ് അത് 100% ബേണിംഗ് ഡിസയർ ആണെങ്കിൽ, എന്ന് പറഞ്ഞാൽ കത്തി ജ്വലിക്കുന്ന ആഗ്രഹമാണെങ്കിൽ അതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അപാരമായിരിക്കും. ഈ തോട്ട്സിനെ ഈ പ്രപഞ്ചവുമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ കപ്പാസിറ്റിയെ, നമ്മുടെ ഉള്ളിലുള്ള ആ വലിയ ശക്തിയെ പ്രപഞ്ചത്തിന്റെ വലിയ ശക്തിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തോട്ട്സിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ മൈൻഡ് പവർ ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോട്ട്സിനെ ട്രെയിൻ ചെയ്തിട്ട് ആ തോട്ട്സിനെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഒരു പാലമാക്കി മാറ്റുന്നു. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ ഉള്ളിലുള്ള അപാരമായ ശക്തിയെ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയുമായിട്ട് ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴേ ശരിക്കും നമ്മുടെ മനസ്സിനെ മാത്രം ട്രെയിൻ ചെയ്യുന്ന ഒരു സംവിധാനമല്ല മൈൻഡ് പവർ എന്ന് പറയുന്നത്. അതിലൂടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിച്ചിട്ട് നമുക്ക് എത്തേണ്ട മറ്റൊരു ലെവലുണ്ട്. ആ ലെവലിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് നമ്മളൊരു മൈൻഡ് പവർ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് മാറുന്നത്. ഇനി ഒരു മൈൻഡ് പവർ പ്രാക്ടീഷണർ എന്തൊക്കെ നേടിയെടുക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മനസ്സമാധാനം നേടിയെടുക്കുന്നു, രോഗങ്ങളിൽ നിന്നുള്ള മുക്തി നേടിയെടുക്കുന്നു, ധനസമ്പാദനം സാധ്യമാണ്, റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നു, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വ്യക്തിക്ക് സാധിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 360 അപ്രോച്ച്. ഒരു മനുഷ്യന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിട്ടാണ് മൈൻഡ് പവറിനെ നമ്മൾ നോക്കിക്കാണുക. അങ്ങനെ നേടിയെടുക്കുമ്പോൾ ചില ആൾക്കാർ ചില കാര്യങ്ങളിൽ മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സമാധാനം ആഗ്രഹിക്കുന്ന ഒരാൾ മനസ്സമാധാനത്തിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടാവും. ഒരുപക്ഷെ പൈസ ഒരുപാട് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വേറൊരു കൂട്ടര് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു, പൈസ ധാരാളമായിട്ട് ഉണ്ടാകുന്നു, അദ്ദേഹത്തിന് മനസ്സമാധാനം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ മൈൻഡ് പവർ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം അച്ചീവ് ചെയ്യുവാനുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതായിട്ടുണ്ട്. അത് അതിന്റെ ഒരു എക്സലൻസിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ഉയർന്ന അവസ്ഥയിലേക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കണം. അങ്ങനെ മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയികളാവുക എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഇതിന് ഉള്ള മാർഗങ്ങളാണ് മൈൻഡ് ആർട്ട് എന്ന് പറയുന്ന ആ ഒരു ട്രെയിനിങ് പരിപാടിയിൽ നമ്മൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ പുതിയൊരു ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറ്റുന്നിടത്തോളം ആൾക്കാർ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് ഇവിടെ ഉണ്ടാവും. ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ് മൈൻഡ് പവർ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കൊടുക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട ടെക്നിക്കുകൾ കൃത്യമായിട്ട് നമ്മൾ പറയും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന ധാരാളം ടെക്നിക്കുകൾ മൈൻഡ് പവറിലുണ്ട്. ആ ടെക്നിക്കുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്ന വീഡിയോസിൻ്റെയൊക്കെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.